ഓം ശാന്തി. സുഖവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെ പോലെയാണ്. ഈ കാലചക്രത്തിൻ്റെ നിർമ്മാണം തന്നെ അതിൻ്റെ ആധാരത്തിലാണ്. പറയാറുണ്ട്, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണ് മനുഷ്യൻ്റെ ഒരു കാലചക്രമെന്ന്. ആദ്യ 2 യുഗങ്ങൾ ബ്രഹ്മാവിൻ്റെ പകലെന്നും അവസാന 2 യുഗങ്ങൾ ബ്രഹ്മാവിൻ്റെ രാത്രി എന്നും പറയുന്നു. അവിടെയുണ്ട് രാവും പകലും. നമ്മുടെ 24 മണിക്കൂറിൻ്റെ ഒരു ദിവസം എടുത്ത് നോക്കിയേ, അവിടെയുണ്ട് നമുക്ക് രാവും പകലും. ഈ മുഴുവൻ പ്രപഞ്ചത്തിലെ സാധനങ്ങളെ മുഴുവൻ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇരുട്ടും വെളിച്ചവും മാത്രം കൂടിയതായിട്ടുള്ള ഒരു പ്രപഞ്ചമാവും ഇത് എന്ന് പറയുന്നു. ഇരുട്ടും വെളിച്ചവും കൂടി പല രൂപങ്ങളിൽ ഒട്ടിച്ച് പല വർണ്ണങ്ങളിൽ പ്രകടമാക്കി പല സാധനങ്ങളിൽ നമ്മൾ കാണുന്നു. പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം തന്നെയാണ് ഇരുട്ടും വെളിച്ചവും. അതായത് സുഖവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളെപ്പോലെ ഈ കലിയുഗത്തിലെ മനുഷ്യന്മാരുടെ ജീവിതത്തിലും അത് വന്നു പോയിക്കൊണ്ടേയിരിക്കും. അതേസമയം ആ സുഖത്തിനെ, ആ അവസ്ഥയെ ഞാൻ ഏത് മനോഭാവത്തോടു കൂടി കാണുന്നു, അതിൻ്റെ ആധാരത്തിലാണ് അതെനിക്ക് സഹിക്കാൻ പറ്റാത്തതാവുന്നതും അത് ചെറിയ കാര്യമായിട്ട് മാറുന്നതും. മനസ്സിൻ്റെ ഉള്ളിൽ ആ കാര്യത്തിന് ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന അടുത്ത നിമിഷം നമ്മൾ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ തുടങ്ങും. ഈവൻ നമ്മുടെ കയ്യമ്മ എവിടെയെങ്കിലും ഒരു മുറി മുറിഞ്ഞു തന്നെ വിചാരിച്ചു. എൻ്റെ സ്വന്തം അനുഭവം പറയുകയാണ്. ഈ വിരലിൻ്റെ ഇവിടെ ഒരു മുറി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ആ മുറി മുറിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ കൈ വേദനിച്ചിട്ട് വയ്യ, ഭയങ്കര വേദന എന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വീങ്ങുന്നു, ഇവിടെ നിന്ന് വീങ്ങുന്നു. എന്തൊരു വേദനയാ. അടുത്ത നിമിഷം ഞാൻ വിചാരിച്ചു, ഇത്രയും വലിയൊരു ശരീരത്തിൻ്റെ ഇത്ര ഒരു ചെറിയ ഭാഗമല്ലേ മുറിഞ്ഞിട്ടുള്ളൂ, അതിനിപ്പോൾ വലിയ കാര്യമാണോ, ഇത്രയും വലിയ ശരീരത്തിൽ ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിപ്പോൾ ഇവിടെ വേദനയില്ല എന്ന്. ശരീരത്തിൻ്റെ വേദന പോലും പറയുമ്പോൾ അത് വേദന എന്ന് പറയുന്നത് സ്ഥൂലമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഒരു മുറി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുറി ഉണക്കാൻ വേണ്ടി അവിടേക്ക് രക്താണുക്കൾ അവിടേക്ക് ഇരച്ചു വരും, അവിടെ വലകെട്ടാൻ നോക്കും, അത് ഹീൽ ചെയ്യാൻ നോക്കുകയാണ്, ഈസ് ഗുഡ്. പക്ഷെ ആ രീതിയിലൊക്കെ വിചാരിച്ചിട്ട് ഓക്കെ അവിടെ പെട്ടെന്ന് തന്നെ രക്താണുക്കൾ വന്ന് വല കെട്ടുന്നുണ്ട്, അവിടെ രക്തം നിൽക്കും, ഇപ്പോൾ ഓക്കെയാണ്, വളരെ നന്നായി പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തോന്നിപ്പോൾ അവിടെ വേദനയില്ല എന്ന്. അതർവൈസ് അയ്യോ എൻ്റെ കൈ മുറിഞ്ഞു, ദാ ചോര പോകുന്നു എന്ന് വിചാരിച്ചാൽ സഹിക്കാൻ പറ്റാത്ത വേദനയാവും. ഈവൻ സ്ഥൂലമായിരിക്കുന്ന വേദനയ്ക്ക് പോലും 2 ഭാവങ്ങളുണ്ട്. നിങ്ങളുടെ അനുഭൂതിയിൽ 2 വ്യത്യാസമുണ്ട്. അതുപോലെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. കുറച്ച് കഴിക്കാൻ കിട്ടുമ്പോഴും എനിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് വയറ് നിറഞ്ഞ പോലെ തോന്നിപ്പോ. ഇത്രയേ ഉള്ളൂ കഴിക്കാൻ എന്ന് വിചാരിച്ചാൽ നമുക്ക് കഴിച്ചാലും വിശപ്പ് മാറൂല. ഞാൻ നിങ്ങളടുത്ത് പല ഉദാഹരണങ്ങൾ പറഞ്ഞുതരാൻ കാരണം ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും 2 ഭാഗമുണ്ട്. മനുഷ്യൻ്റെ മനസ്സിലെ ഭാവങ്ങളാണ് പിന്നീട് നമ്മുടെ അനുഭൂതിയിലേക്ക് മാറുന്നതും അനുഭവങ്ങളായിട്ടത് പരിവർത്തനപ്പെടുത്തുന്നതും. ഒരൊറ്റ ആളുടെ ഉദാഹരണം പറഞ്ഞുതരാണ്. ഒരു ദിവസം വളരെയധികം സമ്പന്നനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ ചിന്തയിൽ മുഴുകിയിരിക്കുന്നതായിട്ട് കണ്ടു വൈഫ് എന്ന് വെച്ചാൽ എന്ത് പറ്റി? ഒന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ 2-3 ദിവസമായിട്ട് വൈഫ് കാണുകയാണ് അദ്ദേഹം ഭയങ്കര ചിന്താധീനനാണ്. ഊണ് കഴിക്കാതിരിക്കുമ്പോൾ ഒരു ചിന്ത, ഉറങ്ങാൻ കിടന്നാലും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, ഉറക്കം ശരിയാവുന്നില്ല. അപ്പോൾ അവസാനം ഭാര്യ നിർബന്ധമായിട്ട് പറയും, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തോ ഒരു പ്രശ്നം അങ്ങേക്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്, അതുകൊണ്ട് എന്താണ് എന്നോട് പറഞ്ഞേ പറ്റുമെന്ന്. അപ്പം അദ്ദേഹം പറയും, എൻ്റെ മനസ്സിലൊരു ചിന്ത കടന്നുകൂടിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ബിസിനസ് സാമ്രാജ്യം ഇതെല്ലാം ഒന്ന് തകർന്നു പോകുന്നൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അപ്പം ഭാര്യ പറയാം, അതിനിപ്പോൾ എന്തത്ര വിഷമിക്കാനുള്ള കാര്യം, ഒരു 9 തലമുറ ഇരുന്ന് കഴിച്ചാൽ പോലും തീരാത്ത അത്രയും നിങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ വിഷമിക്കാനുള്ള കാര്യം എന്ന് പറയും. അപ്പം അയാൾ പറയാം, അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? എൻ്റെ മക്കൾക്കും പേരമക്കൾക്കും എൻ്റെ തലമുറകൾക്ക് വേണ്ടി എനിക്ക് സമ്പാദിക്കാനുള്ളതായിട്ടുള്ള നല്ല ആരോഗ്യം, നല്ല മനസ്സെല്ലാം എനിക്കുണ്ട്. പക്ഷെ ഇതെനിക്ക് സംഭവിച്ചു പോയാൽ അതോടെ എൻ്റെ എല്ലാ സമ്പാദ്യവും അവസാനിക്കും, അത് ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ എന്ന് പറയും. അപ്പോൾ വൈഫ് പറയും, ആയിക്കോട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ സ്ഥിരമായിട്ട് പോകുന്നൊരു ആശ്രമമുണ്ട്, ആ ആശ്രമത്തിൽ സ്വാമിജിയുടെ അടുത്ത് പോയിട്ട് നിങ്ങളെ സങ്കടം ഒന്ന് പറയാം, സൊല്യൂഷൻ കിട്ടാതിരിക്കില്ല എന്ന് പറയും. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി പിറ്റേ ദിവസം അദ്ദേഹം ഭാര്യയ്ക്കൊപ്പം ആശ്രമത്തിൽ പോകാൻ വേണ്ടി സ്വാമിജിയുടെ അടുത്ത് ടൈം അപ്പോയിൻമെൻ്റ് എടുത്തു. ഭാര്യയും ഭർത്താവും കൂടെ പുറപ്പെടാൻ പോവുകയാണ്. പുറപ്പെടാൻ പോകുന്ന സമയത്ത് ഭാര്യ കുറേ അരി, പച്ചക്കറി സാധനങ്ങൾ ഇതൊക്കെ കാറിലെടുത്ത് വെക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, ഇതെന്താ ഈ അരിയും പച്ചക്കറി സാധനമൊക്കെ സ്വാമിജിക്ക് കൊണ്ടുപോകുന്നത്? ആ ആശ്രമത്തിലല്ലേ, കുറച്ച് നല്ല കാര്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമാണ്, അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ഞാൻ കൊടുക്കും, അതുകൊണ്ട് ഈ പ്രാവശ്യവും എനിക്ക് അവിടെ പോകുമ്പോൾ സ്വാമിജിക്ക് പ്രത്യേകിച്ചും നിങ്ങളൊരു ആശീർവാദം വാങ്ങാൻ വേണ്ടി പോകുമല്ലേ, കുറച്ച് ആശ്രമത്തിലേക്ക് നല്ല കാര്യം നമുക്ക് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഹസ്ബൻഡ് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല കൊടുക്കുന്നത്. എന്നിരുന്നാലും ഭാര്യയുടെ ഇഷ്ടമല്ലേ എന്ന് കരുതിക്കൊണ്ട് അയാൾ മിണ്ടാതെ ഇരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ കാറിൻ്റെ ഡിക്കിയിൽ കയറ്റി അയാളും ഭാര്യയും കൂടെ ആശ്രമത്തിലേക്ക് ചെന്നു.
ആശ്രമത്തിലേക്ക് ചെന്നപ്പോൾ വൈഫ് പറയും ആ സാധനമൊക്കെ ഒന്ന് ഡ്രൈവറോട് പറയണേ, ഈ സാധനമൊക്കെ ഒന്ന് ഈ ആശ്രമത്തിൽ അവിടേക്ക് ഒന്ന് കൊണ്ടുവച്ച് കൊടുക്കാൻ പറയും. അങ്ങനെ ഇയാൾ സാധനമൊക്കെ എടുത്ത് കൊണ്ടു ചെല്ലുന്നത് കാണുമ്പോൾ സ്വാമി ചോദിക്കും, ഇതെന്താ സാധനങ്ങൾ? അപ്പോൾ ഇത് അരിയാണ്, ഇത് പച്ചക്കറിയാണ്, ഇത് കുറച്ച് സാധനങ്ങൾ ആശ്രമത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറയും. അപ്പോൾ സ്വാമിജി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ അവരെ ഭണ്ഡാരത്തിൽ സേവ ചെയ്യുന്ന ഒരു പൂജാരി, ഒരു സേവകൻ ഉണ്ടായിരുന്നു. അവരെ വിളിക്കുകയാണ്, പേരെടുത്ത് വിളിച്ച് ഒന്നിങ്ങ് വന്നേന്ന് പറയും. അപ്പോൾ വന്നപ്പോൾ പറയും, അല്ല നമ്മുടെ അടുക്കളയിൽ ഇന്ന് രാത്രിക്കുള്ളതായിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ ചോദിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് രാത്രി വരെ ആഹാരം കഴിക്കാനുള്ള എല്ലാ സാധനവും ഉണ്ട്, പക്ഷെ നാളത്തേക്കുള്ളതില്ല എന്ന് പറയും. അപ്പോൾ സ്വാമിജി പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യേ, ഇന്ന് രാത്രി വരെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള എല്ലാ ആഹാരവും അവിടെ ഉണ്ട്, സാധനങ്ങളെല്ലാം ഉണ്ട്, ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിക്കളാൻ പറയും വൈഫിൻ്റെ അടുത്ത്. അപ്പോൾ വൈഫ് പറയും, ഇന്ന് രാത്രിക്കുള്ളതല്ലേ ഉള്ളൂ, എന്നാൽ പിന്നെ നാളത്തേക്ക് ഉപയോഗിച്ചു കൂടെ എന്ന് പറയുകയാണ് സ്വാമിജിയുടെ അടുത്ത്. അപ്പോൾ സ്വാമിജി പറയും, വേണ്ട വേണ്ട, എനിക്ക് നാളത്തേക്കുള്ളത് ഭഗവാൻ തന്നോളും, ഇന്ന് രാത്രി വരെ കഴിക്കാനുള്ളതുണ്ടല്ലോ, അപ്പം ഇന്നത്തെ ദാനം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. നിർബന്ധിതനായിട്ട് ഡ്രൈവർ സാധനങ്ങളൊക്കെ കാറിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമുക്ക് പോവുക, എന്നാൽ തിരിച്ച് കയറാൻ വരിക. അപ്പം ഭാര്യ പറയാം, അതെന്താ അങ്ങനെ പോകുന്നത്, അങ്ങ് സ്വാമിജിയുടെ അടുത്ത് ചോദിച്ചില്ലല്ലോ എന്താ വേണ്ടതെന്നുള്ളത് എന്ന്. അപ്പോൾ അയാൾ പറയും, എനിക്ക് എൻ്റെ പ്രശ്നത്തിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നൊരു കാറിൽ ഇരുന്നിട്ട് പറയാണ് വൈഫിനോട്, ഞാൻ എൻ്റെ 9 തലമുറ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, നാളെ രാവിലത്തേക്ക് വേണ്ട എനിക്ക് ഭഗവാൻ തരും എന്ന് ആ സ്വാമി പറയുന്നു. ആ ഭഗവാൻ തന്നെയല്ലേ എനിക്കും തരുന്നവൻ, ഞാൻ തന്നെ അങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. വാസ്തവത്തിൽ 2 വിധത്തിലാണ് മനുഷ്യന്മാർ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഭൂതകാലത്തിൽ, നമ്മൾ പറയില്ലേ ഭൂതകാലത്തിന് മലയാളത്തിൽ എന്താ പറയുന്നത്, ഭൂതകാലം എന്ന് വെച്ചാൽ അർത്ഥം പാസ്റ്റിൽ ജീവിക്കുക. അവരെന്നോട് ഇങ്ങനെയൊക്കെ മോശമായി പെരുമാറിയിട്ടുണ്ട്, അതുകൊണ്ട് അവരന്ന് എന്നെ പരിഹസിച്ചതിന്, അവരെന്നെ അപമാനിച്ചതിന്, അവരെന്നെ മോശമായി ചെയ്തതിന്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജയിച്ചു കാണിക്കും, അവരെല്ലാവരുടെയും മുന്നിൽ കൂടെ എനിക്ക് വിജയിയായിട്ട് നടക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജയം ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു ജയമായിരിക്കില്ല. അതിനുവേണ്ടി നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോള് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടൊരു ഗോളായിരിക്കില്ല. കാരണം മനസ്സിൽ നിങ്ങൾ ഭൂതകാലത്തിലാണ്. ആ കുട്ടിക്കാലത്ത് നിങ്ങൾ അഥവാ ഏത് കാലത്ത് അപമാനം സഹിക്കപ്പെട്ടോ ആ കാലഘട്ടത്തിലെ വ്യക്തിയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അതായത് പണ്ടത്തെ കാലത്ത് നമ്മൾ ഭൂതകാലം എന്നല്ല പറയാം, ഭൂതത്തിലാണ് ജീവിക്കുന്നത് ഇപ്പോഴും. ഭൂതകാലത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തൻ്റെ ഭാവിയെ അല്ലെങ്കിൽ വർത്തമാനകാലത്തിനെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാവില്ല, അത് സംഭവിച്ചു, ഇതെന്താ ഉണ്ടാവുക, ഇത് ശരിക്കും വെറും വായുവിലെ കോട്ടകളാണ്. വായു കോട്ടകൾ, എയർ കാസൽസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. വരാൻ പോകുന്ന കാര്യം എന്ന് പറയുന്ന ഒരു മിസ്റ്ററിയാണ്. ഈ നിമിഷം എനിക്കറിയാം, അടുത്ത നിമിഷം എന്താ ഉണ്ടാവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം എന്തുണ്ടാവുന്നതും നല്ലതുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്തോ അതിന് നല്ലതാക്കി ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് പ്രസന്റിൽ ജീവിക്കാൻ പഠിച്ചാൽ, ഈ നിമിഷം ഇതെൻ്റെ കയ്യിലുള്ള നിമിഷമാണ്, ഇതിന് ഞാൻ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചാൽ, ഇതിനൊരു പ്രസന്റാക്കി മാറ്റിയാൽ എൻ്റെ ജീവിതം എന്നും ശോഭനമാവും. ഒരു പക്ഷേ ഇന്നലെ ഞാൻ അങ്ങനെ ആക്കാത്തതിൻ്റെ റിസൾട്ടായിരിക്കാം ഇന്ന് കുറച്ച് മോശമായിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് അതിൽ ദുഃഖിക്കാതെ പ്രസന്റിൽ ജീവിക്കാനും ഈ നിമിഷത്തെ ദ ബെസ്റ്റാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നിങ്ങൾ ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി ശോഭനമായതായിരിക്കും, സുന്ദരമായതായിരിക്കും, സന്തോഷം നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് സുന്ദരമായ, സന്തോഷം നിറഞ്ഞ, ശോഭനമായൊരു ഭാവി അത് പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി ഇന്നേ നിങ്ങളുടെ നിമിഷങ്ങളെ, ഈ നിമിഷത്തെ ദ ബെസ്റ്റാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.